ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ നല്ല LTM ബ്രാൻഡ് കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ആദ്യം തന്നെ ബുക്ക് മൈ ഷോയിൽ ഈ പടത്തിന്റെ ടിക്കറ്റ്സ് 3 മില്യണിലും കൂടുതൽ വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഒരു ഇത് മുമ്പ് പോസ്റ്റർ നേരിടാൻ സ്ക്രീനിൽ എടുക്കാം. എന്തായാലും പടത്തിൽ 17 കട്ടാണ് വന്നിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി വില്ലന്റെ പേര് മാറ്റി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വില്ലന്റെ പേര് മാറ്റിയിട്ടുണ്ട്. 17 കട്ടല്ല, പകരം 24 കട്ടാണ് പടത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ പടത്തിൽ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രണവ് മോഹൻലാൽ സ്റ്റീഫൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ഈ പടത്തിന് വേൾഡ് വൈഡ് ആയിട്ട് വീക്കെൻഡിലൂടെ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് 175.6 കോടിയാണ് 4 ദിവസം കൊണ്ട്. പ്രീവിയസ് കളക്ഷനിൽ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു 110 കോടിയുടെ ഡിഫറൻസ് ഉണ്ട്. ആടുജീവിതം 4 ദിവസം കൊണ്ട് 64.10 കോടിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കടത്തി വെട്ടിയിരിക്കുകയാണ്. വലിയ ഡിഫറൻസിലാണ് കടത്തി വെട്ടിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ നിന്ന് 42.56 കോടിയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 24.8 കോടിയും, ഓവർസീസിൽ നിന്ന് 108.25 കോടിയും, അങ്ങനെയാണ് മൊത്തം 175.61 കോടിയോളം 4 ദിവസം കൊണ്ട് വീക്കെൻഡിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഓപ്പണർ ആയിട്ടുണ്ട് 2025 ഈ പടം. പിന്നെ പടത്തിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 201.8 കോടിയാണ് ആയിട്ടുള്ളത്. അതിലിപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം നോക്കുകയാണെങ്കിൽ 53.07 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. 5ാമത്തെ ദിവസം 10.52 കോടിയോളം കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ദിവസം 11.01 കോടിയായിരുന്നു. എന്തായാലും നല്ല കളക്ഷൻ തന്നെയാണ്. അതേമാതിരി ഏറ്റവും പെട്ടെന്ന് 50 കോടി കേരളത്തിൽ നിന്ന് മാത്രം നേടുന്ന പടമായി മാറിയിട്ടുണ്ട് ഈ പടം. പിന്നെ ഓവർസീസിൽ നോക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് 121.3 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 200 കോടി കടന്നിട്ടുണ്ട് പടം. ഞാൻ നേരത്തെ പറഞ്ഞ 201ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ ദിവസം തന്നെ ഒരു 200 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു ഇൻ ലെസ് ദൻ 5 ഡേയ്സ് എന്നുള്ള രീതിയിൽ. എന്തായാലും സത്യം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ L3 ദ ബിഗിനിങ്, L3 അസ്രായിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് എന്തായാലും പേര് കേൾക്കുന്നത്. അത് നടക്കുന്നുള്ള തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. കൺഫേം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറാണ് കൺഫേം ചെയ്തിട്ടുള്ളത്, ദീപക് ദേവ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷനായി സ്പെഷ്യൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.